നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്ന ഒരു 5-6 ഇനം പച്ചക്കറി ഐറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ബോഡി ഹെൽത്ത് തരുന്ന ഒരു ഐറ്റങ്ങളാണ് ഈ 6 എണ്ണം. ഇത് പച്ചയ്ക്ക് കഴിക്കാം. അപ്പോൾ അത് ദഹനം കിട്ടുന്നതിന് വേണ്ടി വളരെ നൈസാക്കി എടുത്തിട്ട് വേണം കഴിക്കാൻ. അതിലേക്കാണ് പോകുന്നത്. ഈ പച്ചക്കറികൾ 6 എണ്ണത്തെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങൾ. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഇതുപോലെ കഴിക്കാനും തയ്യാറാവുക. അപ്പോൾ ആദ്യം നമുക്ക് കാരറ്റ് എടുക്കാം. ഇത് 1-2 പേർക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ കാരറ്റ് തൊലി കളയരുത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ട് ഇതിൽ രാസവസ്തുക്കൾ, കീടനാശിനിയൊക്കെ അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നന്നായിട്ട് കഴുകാതെ തന്നെ ഇതിലൊക്കെ ഒരു 10-20% കെമിക്കൽ കളയാനുള്ളൊരു വിദ്യ. ഇത് കഴുകി എടുക്കുന്നത് 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വേണം. ആ വെള്ളത്തിൽ ചേർക്കേണ്ട സാധനങ്ങളുണ്ട് കുറച്ച്. അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. നിങ്ങൾ സാധാരണ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൽ വിനാഗിരി, വാളൻപുളി, അതുപോലെ ചിരട്ടയുടെ കരി ആയിരിക്കുന്നുണ്ടത്. അതുപോലെ മഞ്ഞൾ, ഉപ്പ്, ഈ വക സാധനങ്ങൾ ചേർത്ത് ഈ പച്ചക്കറി മുങ്ങാൻ പാകത്തിന് വെള്ളത്തിലിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഒരു 10-20% അതിൻ്റെ കെമിക്കൽ പോകും. മുഴുവനൊന്നും കെമിക്കൽ പോകില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചിരകിയെടുക്കാം. കാരറ്റ് നമ്മളിതുപോലെ അരിഞ്ഞെടുത്തു. ഈ കാരറ്റിൽ മുന്തി നിൽക്കുന്ന ഒരു ഗുണം സ്കിന്നെ തിളങ്ങുക, അതുപോലെ മുഖം തിളങ്ങുക എന്നൊക്കെയുള്ളതാണ്. നമുക്ക് ബീറ്റ്റൂട്ട് എടുക്കണം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തൊലി കളയണ്ട, നന്നായി കഴുകിയെടുത്തിട്ട് ഇതും ഒന്ന് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ കഴിക്കാൻ സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് രാത്രി ഒരു ചപ്പാത്തി, അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും ഇതും കൂടിയാണ് കഴിക്കുന്നത്. ഒരസുഖം ഉണ്ടായിട്ടല്ല, അതൊക്കെ പിന്നീട് നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെ കട്ടിലിന്മേൽ കിടന്ന് എഴുന്നേൽക്കാൻ പറ്റാണ്ട് കിടന്ന് ഉള്ളൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. ഈ ബീറ്റ്റൂട്ടിനുള്ളൊരു ഗുണം, ബീറ്റ്റൂട്ടിൻ്റെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. ബീറ്റ്റൂട്ട് രക്തശുദ്ധിക്കും രക്തവർദ്ധനവിനും അതുപോലെ തന്നെ ബ്ലഡിലെ മറ്റ് അനാവശ്യ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയാനും വളരെ നല്ലതാണ് ബീറ്റ്റൂട്ട്. 2 പേർക്കെന്നും പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഒരാളുടെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. കാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്, കഴുകി എടുത്തതാണ്. ഒരു വിരൽ നീളമുള്ള ഒരു വെണ്ടയ്ക്ക. മൂത്ത് പോകരുത്, കിളുന്തായിരിക്കണം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ പറമ്പിലെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് പുഴുക്കൊത്തൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ 2ആയിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ നടുവെ പിളർന്നിട്ട് ഒന്ന് നോക്കണം പുഴുക്കളുണ്ടോ എന്ന്. ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് അരിഞ്ഞിടാം. കിളുന്തായതുകൊണ്ട് പെട്ടെന്ന് ഇത് അരിയാൻ പറ്റും. അതുപോലെ കടിച്ചാലും പെട്ടെന്ന് മുറിഞ്ഞു കിട്ടും. നല്ല വഴുവഴുപ്പുമുണ്ട്. ഹാർട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരുപാട് ഗുണമുണ്ട് ഈ പച്ച വെണ്ടയ്ക്ക കഴിക്കുന്നവരുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാരെ പറ്റി അറിയാം. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെണ്ടയ്ക്ക കടിച്ചു തിന്നും. ഇനിയുള്ളത് നല്ല പഴുത്ത മത്തങ്ങയുടെ ഒരു കഷ്ണമാണ് വേണ്ടത്. മത്തങ്ങ ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതിയൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കുരു വേറെ പ്രധാനപ്പെട്ടതാണ്. ഈ പഴയ കാലത്തൊക്കെ ഇതിൻ്റെ കുരു വറുത്ത് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുവിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പോൾ ഇതിൽ കുരുവല്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മാംസളമായ ഭാഗമാണ് എടുക്കുന്നത്. അത് ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക ഗുണം, മുന്തി നിൽക്കുന്ന ഒരു ഗുണം, പല ഗുണങ്ങളുണ്ടെങ്കിലും മുന്തി നിൽക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പുകവലിക്കാർക്ക് ലങ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ ബ്ലഡിനകത്തുള്ള നിക്കോട്ടിൻ്റെ കറകളെയൊക്കെ കളയാനൊക്കും, അതുപോലെ തന്നെ പല്ലിന് നല്ല തിളക്കം കിട്ടാനുമൊക്കെ ഈ ഈ മത്തങ്ങ ഉപയോഗിക്കും. പിന്നെ ഇത് പൈൽസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അവർക്കും ഈ മത്തങ്ങ പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കാം. ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ കുറേ ഗുണങ്ങൾ പോകും. അതിൻ്റെ വൈബറൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ ചണ്ടി നമ്മളെടുത്ത് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജ്യൂസ് അടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം നമുക്ക് എടുക്കാം.
ഇതിൻ്റെ തൊണ്ടിന് ഭയങ്കര കടുപ്പമുള്ളതുകൊണ്ട് ഞാൻ ആ തൊണ്ട് കളഞ്ഞു. കാരണം നമ്മളെ കൊണ്ട് അത് താങ്ങാവുന്ന രീതിയിലല്ല, ഭയങ്കര കടുപ്പമാണ്, കടിച്ചു മുറിക്കാൻ പാടാണത്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് രാത്രി ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം രാവിലെ വയറ് ഫുള്ളായിട്ടിരിക്കുക, ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ വയറിൻ്റെ 2 ഭാഗം നിറഞ്ഞ് 1 ഭാഗം കാലിയായിട്ട് കിടക്കുക. രാത്രി ഭക്ഷണം 2 ഭാഗം കാലിയായിട്ട് കിടക്കുക, 1 ഭാഗം വയറ് നിറയ്ക്കുക. അതാണ് ഭക്ഷണക്രമത്തിൽ പറയുന്നൊരു തത്വം. അപ്പം അതൊന്നും നോക്കിയിട്ടല്ല ഞാനിതിപ്പോൾ രാത്രി ഭക്ഷണമാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഒരു ചപ്പാത്തിന് ഒരല്പം ചെറുപയറും ഇതിൻ്റെ കൂടെ കഴിക്കും. പിന്നെ ഇച്ചിരി ചൂടുവെള്ളവും കുടിക്കും. ചായ അതൊന്നും കുടിക്കരുത് രാത്രി. അപ്പം നമ്മളിത് വളരെ നൈസായിട്ട് ചീകി എടുത്തത് കൊണ്ട് തന്നെ ഈ രാത്രി ഭക്ഷണമായിട്ട് ഇത് കഴിക്കാം. കാരണം ഇത് പെട്ടെന്ന് ദഹിച്ചു പൊക്കോളും. രാത്രി നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കാവൂ. അത് ദഹിച്ചതിന് ശേഷമേ കിടക്കാവൂ. ഇത് പിന്നെ തക്കാളിയാണ്, തക്കാളിയുടെ ഒരു പകുതി എടുക്കാം. അപ്പോൾ ഇത് മാത്രം ഒരു ഭക്ഷണമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തക്കാളി ഒരെണ്ണം എടുക്കാം, കാരറ്റ് ഒരു വലുതെടുക്കാം, അതുപോലെ ബീറ്റ്റൂട്ടും ഒരു വലുത് നമുക്കെടുക്കാം, മത്തങ്ങയും കൂടുതൽ എടുക്കാം, ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ ഒക്കെ മത്തങ്ങ എടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരാൾക്കുള്ള ഭക്ഷണമല്ല, ഒരു നേരം കഴിക്കേണ്ട ഒരു ടിപ്പ് എന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഭക്ഷണമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാവുന്ന പച്ചക്കറി ഇനങ്ങൾ ഇത് 6 മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. കുക്കുമ്പറുണ്ട്, അതുപോലെ പല സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്ത ഒരു 6 ഐറ്റമാണ്. എല്ലാം കൂടി നമുക്ക് എല്ലാ ദിവസവും കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്രധാനപ്പെട്ടത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക. ഇതൊക്കെ ഒരുവിധം പ്രായമായ ആൾക്കാരുടെ അസ്ഥിക്കും പല്ലിനുമൊക്കെ ഒരുപാട് ക്ഷതങ്ങളും അനാരോഗ്യമൊക്കെ സംഭവിക്കുന്ന സമയമാണല്ലോ പ്രായമാകുമ്പോൾ. ചെറുപ്പക്കാരും ഇത് കഴിക്കണം. പക്ഷേ പ്രായമായവർ ഇത് ഒഴിവാക്കുന്ന ഒട്ടും ശാസ്ത്രീയമല്ല. ഒരു കാലത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി തക്കാളി മൂത്രത്തിൽ കല്ല് വരുത്തും ഭയങ്കര പ്രശ്നമാണ്. അത് കുറേ നാളങ്ങനെ ഓടിയിട്ടു ആ റൂമർ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് തക്കാളി നല്ലതാണ്, മൂത്രത്തിലെ കല്ലിനെ അലിയിച്ച് കളയും എന്നൊക്കെ. ഒരു കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഓർത്ത് കാണും. അത് ഈ പാം ഓയിൽ അങ്ങനെയുള്ള സംഘങ്ങൾ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണല്ലോ. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലല്ല, എന്നുവെച്ചാൽ കുറ്റമറ്റ രീതിയിൽ തെങ്ങ് കൃഷി ചെയ്യുന്നവർ കേരളത്തിലാണ്. അപ്പോൾ ഒരുപാട് തേങ്ങ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിനെ ഒന്ന് തടയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റൂമറായിരുന്നു അത്. വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ്, പാം ഓയിൽ പോലുള്ള വസ്തുക്കൾ അപകടകാരികളുമാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് അതെല്ലാം കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതും ശരിയായി. ഇപ്പോൾ 5 സാധനമായി. ഇതിപ്പോൾ കണ്ട ഓണത്തിന് പൂക്കളത്തിലിടാൻ പറ്റിയ സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നി, അതാണ് പറഞ്ഞത്. ഇനി ഒരു സാധനം കൂടി ചേർക്കണം, ടേസ്റ്റിന് വേണ്ടിയാണ്. ഇതാണ് ചെറുനാരങ്ങ ഒരു പീസേ എടുക്കാവൂ. കാരണം ഈ ചെറുനാരങ്ങ നല്ലതാണ്, പക്ഷേ ഇതിനകത്ത് ഒരു ജീവകംസിയൊക്കെ ഒരുപാടുള്ളതാണല്ലോ. ഓറഞ്ചിനേക്കാളും ഒക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് ജീവകംസി. അപ്പോൾ ഇത് കൂടുതൽ കഴിച്ചാൽ കഫം ഇളകി വരും. കഫം ഇളക്കാൻ നല്ലതാണ്, പക്ഷേ നമുക്കത് ശല്യമായിട്ട് വരും ചില സമയങ്ങളിൽ. അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കരുത്. ഒരു പീസ് മാത്രം ഇതിൽ നമുക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നമുക്കിത് പിഴിഞ്ഞൊഴിച്ചു. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നേരിട്ട് കഴിക്കാം. ഇതിൽ ടേസ്റ്റിന് വേണ്ടി ആൾക്കാർ ഉപ്പ് ചേർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇതിൽ ഉപ്പ് ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. തിരികെ വരാം. നന്ദി, നമസ്കാരം.